അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ നമ്മുടെ രോഗങ്ങൾക്ക് അല്ലാഹു തആല പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. രോഗികളായ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ ശിഫ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് ഖൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉള്ള ജോലിയിൽ അല്ലാഹു തആല ഖൈറും ബറക്കത്തും നിലനിർത്തി കൊടുക്കട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട് ദുആ വസിയത്ത് ചെയ്തവരുടെയും നമ്മുടെയും എല്ലാ കടങ്ങളും അല്ലാഹു തആല വീട്ടി റാഹത്ത് നൽകട്ടെ. വീടില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കും നമുക്കും ഖൈറായ മുഅ്മിനീങ്ങൾ താമസിക്കുന്ന ഒരു ഭവനം നൽകി അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. മക്കൾ നന്നാവാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഭർത്താക്കന്മാരെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെട്ട് ദുആ വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരിമാർ കമൻറ്റിലൂടെയും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ദുആ വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയും നമ്മുടെയൊക്കെ സ്വഭാവം അല്ലാഹു നന്നാക്കി തരട്ടെ. ഭാര്യമാരുടെ ഭർത്താക്കന്മാരുടെയൊക്കെ സ്വഭാവം അല്ലാഹു നന്നാക്കട്ടെ. അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ദുആ വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ അറിയിച്ച ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും ഖൈർ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകമായി നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ക്ലാസ് കാത്തിരുന്ന് കേട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്ന നല്ല മനസ്സിനുടമകളായ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കെല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അതുപോലെ പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ എല്ലാ ആളുകളും ഒരു ലൈക്ക് ചെയ്യുക. ആരും മടി കാണിക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ഈ ക്ലാസ് എത്താൻ ഉപകാരപ്പെടും. അതിൻ്റെ അവർ ചെയ്യുന്ന അമലിൻ്റെയൊക്കെ പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു തആല നൽകുകയും ചെയ്യും. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ ചാനലിൻ്റെ പേരിൽ വോയിസ് ഓഫ് ജരീദാരിമി എന്ന പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ കൂടാൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്പർ ഞാൻ മേലെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പരമാവധി എല്ലാ ആളുകളും അതിലൊക്കെ ജോയിൻ ചെയ്ത് അംഗമാവുക. ഒരുപാട് നല്ല അറിവുകൾ ഗ്രൂപ്പിലൂടെയും അറിയിക്കുന്നുണ്ട്. അല്ലാഹു നല്ല കാര്യങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും അതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് ഞാൻ നിങ്ങൾക്ക് നിലകൊള്ളുന്നത്. അല്ലേ, ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ മാസമാണ് ശഅബാൻ. നമുക്കറിയാം ഒരുപാട് മഹത്വങ്ങളുണ്ട് പരിശുദ്ധമായ ശഅബാനിന്. ഈ ശഅബാനിൽ ഒരു രാത്രി തന്നെയുണ്ട്. വളരെയധികം മഹത്വമേറിയ പുണ്യമേറിയ രാത്രിയാണ് ആ രാത്രി. അല്ലാഹു ആ രാത്രിയിൽ ആരാധനകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാനു ശഅരി, ശഅബാൻ എൻ്റെ മാസമാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു മാസം കൂടിയാണ് ശഅബാൻ. ആ മാസത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ നിലകൊള്ളുന്നത്. കാരണം അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കേൾക്കുവാനും പഠിക്കുവാനും ജീവിതത്തിൽ അതൊക്കെ പതിവായി കൊണ്ടു നടക്കുവാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മളിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധമായ ശഅബാൻ 15-ൻ്റെ രാവ് അഥവാ ബറാഅത്ത് രാവ് കടന്നു വരികയാണ്. അതിൻ്റെ 15 മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുകയാണ്. എല്ലാ ആളുകളും ശ്രദ്ധയോടെ കേട്ട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നിയാൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നല്ല നല്ല അറിവുകൾ പറയുന്നുണ്ട്, ഇതൊക്കെ കേട്ട് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
പ്രിയപ്പെട്ടവരെ, എന്താണ് ബറാഅത്ത് എന്ന് പറഞ്ഞാൽ? ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥം അതിനുണ്ട്. അതിൽപ്പെട്ട ഒരു അർത്ഥമാണ് കണക്കാക്കുന്ന രാത്രി. നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല കണക്കാക്കി തരുന്ന ഒരു രാത്രിയാണ് ബറാഅത്ത് രാത്രി. ആ രാവിൽ നാം ഒരുപാട് അള്ളാഹുവിലേക്ക് നല്ല കാര്യങ്ങൾ ചെയ്ത് അടുക്കണം. കാരണം ഒരുപാട് മഹത്വങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കണക്കാക്കുന്ന രാത്രിയാണ്. നാം അടുത്ത കൊല്ലം വരെ ജീവിക്കണോ? എത്ര കൊല്ലം നാം ജീവിക്കണം? നാം ഏതൊക്കെ ഭക്ഷണം കഴിക്കണം? നാം രോഗമില്ലാതെ ജീവിക്കണോ? രോഗിയായി ജീവിക്കണോ? എന്നൊക്കെ കണക്കാക്കുന്ന ഒരു രാത്രിയാണ് ബറാഅത്ത് രാത്രി. പലരും ചോദിക്കാറുണ്ട്, ബറാഅത്ത് രാത്രിയേക്കാണോ മഹത്വം കൂടുതൽ, അത് ലൈലത്തുൽ ഖദറിനാണോ മഹത്വം കൂടുതൽ എന്ന്? രണ്ട് മഹത്വമുള്ള രാത്രി തന്നെയാണ്. മഹത്വത്തെ പഠിപ്പിക്കുന്നത് കാണാം. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് മൊത്തമായി ഇറക്കിയ ഒരു രാത്രിയാണ് ബറാഅത്ത് രാത്രി. അവിടെ നിന്ന് ഘട്ടങ്ങളിലായിട്ട് നമ്മളിലേക്ക് പുണ്യനിബിധങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്നൊക്കെ മഹത്വമേ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് മഹത്വം നിറഞ്ഞ ഒരു രാത്രി കൂടിയാണ് ബറാഅത്ത് രാത്രി. അതുകൊണ്ട് തന്നെ അതിൻ്റെ 15 മഹത്വങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അള്ളാഹു കേൾക്കുവാനും ജീവിതത്തിൽ പഠിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നാമതായി ആ രാത്രിയെക്കുറിച്ച് പറയുന്നത്, വഫീ തിൽക്കൽ ലൈലത്തി ഇജ്തിമാഉ ജമീഅൽ മലായികത്തി ഫീ ഹലീറത്തുൽ ഖുദ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ മാലാകമാരും ഹലീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന വളരെ പരിശുദ്ധമായ സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന സമ്മേളിക്കുന്ന ഒരു രാത്രിയാണ് പരിശുദ്ധമായ ബറാഅത്ത് രാത്രി. ഈ രാത്രി നിങ്ങൾ ആരും ഒഴിവാക്കരുതേ, പാഴാക്കി കളയരുതേ. ഈ രാത്രി നാം മുതലെടുക്കണം. കാരണം അള്ളാഹിൻ്റെ മലക്കൾ ഒരുമിച്ച് കൂടുന്ന, എല്ലാ മലക്കളും ഒരുമിച്ച് കൂടുന്ന രാത്രിയാണ്. അന്ന് നാം അള്ളാഹിനോട് എന്ത് തന്നെ ദുആ ചെയ്താലും ചോദിച്ചാലും അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു വിഭാഗത്തെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കാരണം എല്ലാ മലക്കളും സമ്മേളിക്കുന്ന ഒരു രാത്രിയാണ് എന്നാണ് മഹത്തുക്കൾ ഒന്നാമതായി നമുക്ക് പഠിപ്പിച്ചിരുന്നത്. രണ്ടാമതായി മഹത്തുക്കൾ നമുക്ക് പഠിപ്പിക്കുന്നത്, ആ രാത്രിയുടെ മഹത്വമായി പറയുന്നത് സിയാറത്തുൽ ഖുബൂർ, ഖബർ സന്ദർശിക്കേണ്ട രാത്രിയാണ് എന്ന. ഖബറിനെ സന്ദർശിക്കേണ്ട രാത്രി, അത് 27 രാവല്ല, പ്രത്യേകം മനസ്സിൽ 27 രാവ് നാം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് കഴിയേണ്ട രാത്രിയാണ്. സിയാറത്ത് ചെയ്യേണ്ട, നമ്മളിൽ നിന്ന് മമ്മറഞ്ഞു പോയ നമ്മുടെ മുൻഗാമികളായ ആളുകൾ അല്ലേ, കഴിഞ്ഞ ബറാഅത്തിലൊക്കെ നമ്മുടെ കൂടെ ഒരുമിച്ചിരുന്ന ആളുകൾ ഇന്ന് ആറടി മണ്ണിലാണ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ജ്യേഷ്ഠ സഹോദരന്മാർ, സഹോദരിമാർ, നമ്മുടെ അയൽവാസികൾ, നമ്മളെ സഹായിച്ചവർ, നമുക്ക് വേണ്ടപ്പെട്ട പലരും ഇന്ന് ആറടി മണ്ണിലാണ്, നമ്മുടെ കൂടെ ഇല്ല. അവിടെ കബറിടങ്ങളൊക്കെ ചെന്ന് സന്ദർശിച്ച് ഒന്ന് സിയാറത്ത് ചെയ്യേണ്ട ഒരു രാത്രിയാണ് ബറാഅത്ത് രാത്രി. മൂന്നാമതായി പറയുന്നത് മഹത്തുക്കൾ, അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്നാണ് ആ രാത്രി. എല്ലാ രാത്രിയും അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് വരാറുണ്ട്. പക്ഷേ അതുപോലെയല്ല, അന്നത്തെ രാത്രി പ്രത്യേകമായ ഒരു വരവ് വന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം അവൻ്റെ അടിമകളിലേക്ക് അല്ലാഹു തആല നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ്. ആ സമയത്ത് നാം എന്താണോ പടച്ച റബ്ബിനോട് ചോദിക്കുന്നത് അത് അല്ലാഹു തആല നമുക്ക് നൽകുമെന്നാണ്. അവൻ അവിടെ നിന്ന് ചോദിക്കുമെന്നാണ്. എന്നോട് ചോദിക്കുന്നവൻ ആരാണുള്ളത്, അവനക്ക് ഞാൻ ഉത്തരം നൽകാം. നമുക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, എന്തു ചോദിച്ചാലും അന്നത്തെ ദിവസം ഉത്തരം കിട്ടും. അങ്ങനത്തെ ഒരു രാത്രിയാണ് ബറാഅത്ത് രാത്രി. ഇതാണ് മൂന്നാമത്തെ മഹത്വം. നാലാമത്തെ മഹത്വം ആ രാത്രിയുടെ പാപമോചനത്തിൻ്റെ രാത്രിയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും പൊറുപ്പിക്കാൻ പറ്റിയ ഒരു രാത്രിയാണ്. അല്ലാഹുവിനോട് നാം തൗബ ചെയ്ത് അടുക്കേണ്ട രാത്രിയാണ്. പാപമോചനം തേടിയാൽ, തൗബ ചെയ്താൽ ആ തൗബ അള്ളാഹു സ്വീകരിക്കുന്ന രാത്രിയാണ്. കാരണം ഒന്നാം ആകാശം അള്ളാഹു തആല വന്നിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നാം എന്ത് ചോദിച്ചാലും നൽകും. കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരല്ലേ സഹോദരങ്ങളെ, സഹോദരിമാരെ. എത്ര നമ്മുടെ തെറ്റുകുറ്റമുണ്ടെങ്കിലും പുണ്യനബിതങ്ങൾ പറയുന്നുണ്ട്, കൽബ് ഗോത്രക്കാരുടെ ആട്ടിൻപറ്റങ്ങളുടെ രോമത്തിൻ്റെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ അതിനേക്കാൾ പാപം അല്ലാഹു തആല പുറത്തുവരുമെന്ന. കൽബ് ഗോത്രം എന്ന് പറഞ്ഞാൽ മദീനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗോത്രമാണ്.
ഒരുപാട് ആട്ടിൻപറ്റങ്ങളുള്ള ഒരു ഗോത്രമാണ്. അവരുടെ ആ ആടിൻ്റെ രോമങ്ങളുണ്ടല്ലോ, ആ രോമത്തിനേക്കാൾ അള്ളാഹു അവൻ്റെ പാപങ്ങൾ ഉണ്ടെങ്കിലും അത് അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഒരു രാത്രിയാണ് ബറാഅത്ത് രാത്രി. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇതാണ് 4-ാമത്തെ മഹത്വം. 5-ാമത്തെ മഹത്വം പറയുന്നത് ശഅബാൻ 15-ന്റെ അന്ന്, അഥവാ ബറാഅത്ത് രാവ് 14-ന്റെ രാത്രി 15-ന്റെ അന്ന് നോമ്പനുഷ്ഠിക്കലാണ്. പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. പലരും ചോദിക്കാറുണ്ട് ഈ നോമ്പിന് വല്ല അടിസ്ഥാനമുണ്ടോ എന്നൊക്കെ. മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങളും മഹാനായ ഇമാം റംലി തങ്ങളും ഈ നോമ്പിന് പ്രത്യേകം സുന്നത്താണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാത്രമല്ല പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഈ നോമ്പ് നാം എടുക്കണം, നോറ്റ് വീട്ടണം, നോൽക്കണമെന്ന്, അനുഷ്ഠിക്കണമെന്ന്. അപ്പോൾ ഈ നോമ്പ് വളരെ അധികം പുണ്യമാക്കപ്പെട്ട ഒരു നോമ്പാണ്. മഹത്വങ്ങൾ ഏറെയുണ്ട് ആ നോമ്പിന്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നാം എല്ലാ ആളുകളും നോമ്പനുഷ്ഠിക്കണം. നിയ്യത്ത് വയ്ക്കേണ്ടത് റജബ്, നിയ്യത്ത് വയ്ക്കേണ്ടത് ശഅബാൻ 15-ന്റെ സുന്നത്ത് നോമ്പ്, അതല്ലെങ്കിൽ ബറാഅത്ത്, ഈ വർഷത്തെ ബറാഅത്ത് എന്ന സുന്നത്ത് നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വയ്ക്കുക. അപ്പം 5-ാമത്തെ മഹത്വം എന്ന് പറയുന്നത് ശഅബാൻ 15-ന്റെ അന്ന് നോമ്പനുഷ്ഠിക്കുക എന്നതാണ്. ആരും ഇത് പാഴാക്കരുത്. 6-ാമത്തെ മഹത്വം കിബിലയുടെ മാറ്റം നടന്ന ദിവസമാണ്. ശഅബാനിലാണ്, ഈ 14-ന്നാണ് കിബില മാറ്റം സംഭവിച്ചത്. നമുക്കറിയാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 മാസക്കാലത്തോളം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിച്ചിരുന്നത്. അന്ന് കഅബയെ കിബിലയായിട്ട് പരിഗണിച്ചിട്ടില്ല. അന്ന് ഹബീബായ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നുണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖൽബിൽ അതിയായ ആഗ്രഹമുണ്ട്, എൻ്റെ നാടായ മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ, കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ശഅബാൻ മാസത്തിൽ ഒരു അസർ നിസ്കാരത്തിൻ്റെ സമയത്താണ് ആയത്തിറങ്ങുന്നതും കിബില മാറ്റം സംഭവിക്കുന്നതും. അതുകൊണ്ട് ഇന്ന് മദീനയൊക്കെ സിയാറത്ത് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് കാണാൻ കഴിയും മസ്ജിദുൽ ഖിബിലത്തൈനി എന്ന് പറഞ്ഞ ഒരു പള്ളി, ഒരു നിസ്കാരത്തിൽ 2 കിബിലയുണ്ടായ പള്ളിയാണ്. അത് കാണാനും അത് സന്ദർശിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് കിബില മാറ്റം സംഭവിച്ച ഒരു ദിവസം കൂടിയാണത്. ഒരുപാട് മഹത്വമുണ്ട് അതുകൊണ്ട് ആ ദിവസത്തിന്. അതുകൊണ്ട് ആ രാത്രിക്കും അധികം ഒരുപാട് മഹത്വവും പ്രതിഫലവുമുണ്ട്. അള്ളാഹു അതൊക്കെ നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. 7-ാമതായി മഹത്തുക്കൾ പറയുന്നത് ദഫ്ഉൽ ബലാ. ദഫ്ഉൽ ബലാ, പരീക്ഷണങ്ങൾ. എല്ലാ പരീക്ഷണങ്ങൾക്ക് തൊട്ടും അല്ലാഹു തആല നമുക്ക് മോചനം നൽകുമെന്നാണ്. എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ആ രാത്രി ആ പരീക്ഷണങ്ങൾ അല്ലാഹു തആല ഇല്ലായ്മ ചെയ്യുമെന്നാണ്. പരീക്ഷണങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകുകയില്ല എന്നാണ്. 8-ാമതായി പറയുന്നത് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണമുണ്ടാവും. അതായത് നമ്മൾ നന്നായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നല്ല മരണത്തിന് വേണ്ടി ദുആ ചെയ്യണം. നാമൊക്കെ നല്ല മരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ മയ്യത്തിൻ്റെ ജനാസസ്കാരത്തിൽ ഒരുപാട് ആളുകൾ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും അന്നത്തെ രാത്രി ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആരും ഈ രാത്രി പാഴാക്കി കളയരുത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ല മരണം അള്ളാഹു നൽകി ആഖിബത്ത് നന്നായി മരിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. 9-ാമതായി മാറ്റുക്കമ്മെ പഠിപ്പിക്കുന്നത് തൗബ ചെയ്യേണ്ട രാത്രിയാണ്. തൗബ ചെയ്താൽ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്ത രാത്രിയാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്ക് തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക പടച്ച റബ്ബിനോട്. അള്ളാഹു നമ്മുടെ പാപങ്ങൾക്ക് അള്ളാഹു പുറത്തു തരട്ടെ. 10-ാമതായി മാറ്റുക പറയുന്നത് രോഗത്തിന്, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ തരം രോഗമുണ്ടോ ആ രോഗത്തിനൊക്കെ അല്ലാഹു തആല രക്ഷ ലഭിക്കുന്ന രാത്രിയാണ്, രക്ഷ തരുന്ന രാത്രിയാണ് ലൈലത്തുൽ ബറാഅ എന്ന് പറയുന്ന രാത്രി. ഇന്ന് ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന കാലമാണ്. എവിടെ നോക്കിയാലും ഏത് തരത്തിൽ നോക്കിയാലും രോഗങ്ങളാണ്, മരുന്നുള്ളതും ഇല്ലാത്തതും. എങ്ങനെ തുടങ്ങി ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളാണ്. ഇന്നത്തെ രാത്രി ബറാഅത്തിന്റെ ആ രാത്രി ഒരുപാട് ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ആ രാത്രിയിൽ ദുആ ചെയ്ത ആ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ
ആ വർഷമെന്ന് അള്ളാഹു തആല നമുക്കൊരു രോഗവും തരികയില്ല. രോഗമില്ലാതെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇതാണ് 10ാമത്തെ മഹത്വം. 11ാമത്തെ മഹത്വമായ മഹത്തുക്കൾ ആ രാത്രിയെ പറ്റി പഠിപ്പിച്ചു തരുന്നത് ഒരു പ്രത്യേകമായൊരു ദുആയുണ്ട്. ആ ദുആ അന്നത്തെ രാത്രി നാം ചൊല്ലണമെന്ന. ഏതാണ് ദുആ? ഞാൻ പറഞ്ഞു തരാം. എല്ലാ ആളുകളും ഈ ദുആ അന്നത്തെ ദിവസം ധാരാളമായി ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഏതാ ദുആ? അല്ലാഹുമ്മ ഇൻ കുൻത കതബ്തനി ഇൻദക ശഖിയൻ ഫംഹുനി വക്തുബ്നി സഈദൻ ഫഇന്നക തംഹു മാ തശാഅ വതുസ്ബിതു ഇൻദക ഉമ്മുൽ കിതാബ്. ഈ ദുആ ധാരാളം ദുആ ചെയ്യണം. എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹുവേ, നീയെങ്ങാനും എന്നെ പരാജിതരുടെ കൂട്ടത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ അതിൽ നിന്ന് മാറ്റി എന്നെ വിജയികളുടെ കൂട്ടത്തിൽ എത്തിക്കണേ അല്ലാ എന്ന. അതുപോലെ മറ്റൊരു ദുആയാണ് അല്ലാഹുമ്മ ഇജ്അൽനാ മിനസ് സുഅദാഇൽ മഖ്ബൂലീൻ വലാ തജ്അൽനാ മിനൽ അഷ്ഖിയാഇൽ മത്റൂദീൻ. ഈ ദുആ ഇതും ധാരാളമായി ചൊല്ലുക. അല്ലാഹുവേ, എന്നെ നീ വിജയികളുടെ കൂട്ടത്തിലായി എന്നെ നീ സ്വീകരിക്കണേ അല്ലാ. പരാജയരുടെ കൂട്ടത്തിൽ നിന്ന് എന്നെ നീ ആട്ടി ഓടിക്കണേ റബ്ബേ. പരാജയ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തല്ലേ അല്ലാ എന്നാണ്. ഈ രണ്ട് ദുആ ധാരാളമായ ദിവസം ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. 12ാമതായി മഹത്തുക്കളെ പഠിപ്പിക്കുന്നത് ഉപജീവന മാർഗം തേടേണ്ട രാത്രിയാണ്. നമുക്ക് വേണ്ട ജോലി, നമുക്ക് വേണ്ട റിസ്കിന് വേണ്ട ജോലി ഏതൊക്കെയാണോ അതൊക്കെ അല്ലാഹുവിനോട് തേടേണ്ട രാത്രിയാണ്. ഉപജീവന മാർഗത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഉപജീവന മാർഗത്തിൽ ബറക്കത്തുണ്ടാവാൻ, അതല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് നല്ല ജോലി ലഭിക്കാൻ ഉപജീവന മാർഗം എന്താണോ വേണ്ടത് അതിനു വേണ്ടി തേടേണ്ട രാത്രിയാണ് ലൈലത്തുൽ ബറാഅത്തിന്റെ രാത്രി. ആരും പാഴാക്കി കളയരുത്. 13ാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാൻ അർഹത ലഭിച്ച രാത്രിയാണ് ലൈലത്തുൽ ബറാഅ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിന്റെ 27ാം വാള്യം 234ാമത്തെ പേജിൽ പറയുന്നുണ്ട്. 13 അന്നാണ് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ട് ശഫാഅത്തുൽ ഊല ഒന്നാമത്തെ ശഫാഅത്ത് ലഭിച്ചത്. 14 രണ്ടാമത്തെ ശഫാഅത്ത് ലഭിച്ചു. 15 കൂടിയാണ് പൂർണ്ണമായ ശഫാഅത്ത് അല്ലാഹു തആലാക്ക് നൽകിയത് എന്ന് തഫ്സീറുൽ കബീറിലും അതുപോലെ റൂഹുൽ ബയാനിലും കശാഫിലൊക്കെ മഹത്തുക്കൾ പറയുന്നുണ്ട്. നോക്കിയാൽ കാണാൻ കഴിയും. 14ാമത്തത് ഒരു വർഷത്തെ അമലുകൾ ഉയർത്തുന്ന രാത്രിയാണ് ലൈലത്തുൽ ബറാഅത്തിന്റെ രാത്രി. നാം ചെയ്തു കൂട്ടിയ ഒരു വർഷത്തെ എല്ലാ അമലുകളും അല്ലാഹു തആലയിലേക്ക് ഉയർത്തുന്ന രാത്രിയാണ്. ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഒരു വർഷത്തെ അമലിനെയാണ് അല്ലാഹുവിലേക്ക് ഉയർത്തുന്നത്. നമ്മുടെ അമൽ ഉയർത്തുമ്പോൾ അതിൽ ഒരുപാട് നല്ല സൽക്കർമ്മങ്ങൾ അല്ലാഹു ചെയ്ത അമലുകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിച്ച് തരട്ടെ. പ്രത്യേകം നാം ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഒരു വർഷത്തെ അമലിനെ അല്ലാഹുവിലേക്ക് ഉയർത്തുന്ന രാത്രിയാണ് ബറാഅത്ത് രാത്രി. 15ാമത്തെ മഹത്വം എന്ന് പറയുന്നത് സലഫുസ് സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ 3 യാസീൻ ഓതാൻ വേണ്ടി നിർദ്ദേശിച്ച രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി. 3 യാസീൻ മുൻഗാമികളായ പണ്ഡിതന്മാർ മുൻഗാമികൾ ചെയ്തു പോന്നതാണ്. പലരും ചോദിക്കാൻ നിനക്ക് വല്ല തെളിവുണ്ടോ എന്നൊക്കെ. തെളിവൊക്കെ ഉണ്ട്. സലഫുസ് സ്വാലിഹീങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ ആയുസ്സിൽ ബറക്കത്തുണ്ടാകാൻ നിയത്ത് വെക്കണം. ആയുസ്സിൽ ബറക്കത്ത് വേണം നമുക്ക്. ആയുസ്സിൽ ബറക്കത്തില്ലെങ്കിൽ ഇപ്പം എന്തുണ്ടായിട്ടും കാര്യമില്ല. 10 കൊല്ലം ജീവിച്ചാൽ 20 കൊല്ലത്തെ കാര്യങ്ങൾ ചെയ്തു തീർത്ത ആളാവാൻ കഴിയണം. അതാണ് ആയുസ്സിൽ ബറക്കത്ത് എന്ന് പറയുന്നത്. രോഗമില്ലാത്ത ആരോഗ്യത്തോടുകൂടെ ജീവിക്കാനുള്ള ഭാഗ്യം, അതാണ് ആയുസ്സിൽ ബറക്കത്ത് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഒന്നാമത്തെ യാസീൻ. രണ്ടാമത്തെ യാസീൻ ഓതുന്ന റിസ്ക്കിൽ വിശാലത ഉണ്ടാവാൻ വേണ്ടി, നമ്മുടെ റിസ്ക്കിൽ വിശാലത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസീൻ. മൂന്നാമത്തെ യാസീൻ നല്ല മരണത്തിന് വേണ്ടിയിട്ട്, നല്ല മരണം ലഭിക്കാൻ, ഹുസ്നുൽ ഖാത്തിമ, അതുപോലെ മരിച്ചുപോയവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് മൂന്നാമത്തെ യാസീൻ. എല്ലാ ആളുകളും ഇതൊക്കെ മനസ്സിലാക്കി അന്നത്തെ ദിവസത്തെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങൾ നമുക്ക് പറയാം. അള്ളാഹു പറയുവാനും കേൾക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി
അന്നത്തെ ആ രാത്രിയെ എല്ലാ ആളുകളും ആരാധനകൾ കൊണ്ട് ധന്യമാക്കുക. ആരും ബറാഅത്ത് രാത്രിയെ പാഴാക്കി കളയരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം അന്നത്തെ ദിവസം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് ബറാഅത്തിന്റെ രാത്രി നമുക്ക് ദുആ ചെയ്യണം. എല്ലാ നല്ല മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു ഹാസിലായി കൊടുക്കട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം ചെന്ന് ചെയ്യാനുള്ള തൗഫീഖും ഭാഗ്യവും അവസരവും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖി നബിയിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.